ചിലർ കാണാൻ ഇങ്ങനെ തൊടുന്നത് എപ്പോഴും ഉള്ളതായിരുന്നു കോഴി. ഒന്നെങ്കിൽ കോഴി, പശു അല്ലെ കാക്ക. മലരാൽ കോടിയുടുത്തൊരു മേടനിലാവാണ്, കണ്ണിറുക്കിയ താരകൾ ചൊല്ലണ് പൊന്നിനൊത്തൊരു പെണ്ണാണ്. കൊന്ന മലരാൽ കോടിയുടുത്തൊരു മേടനിലാവാണ്, താമരപ്പൂവിൻ്റെ ഇതളാണ് കളിത്തോഴിയോ, അഴകാ കളിത്തോഴി. ഓ മുറ്റത്തെത്തും തെന്നലേ. Hey guys, good morning and welcome to D Vlogs. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അതായത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. നമ്മൾ കുറേ ആയില്ലേ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ട്, ഇന്ന് എന്തായാലും ഒരെണ്ണം നോക്കാം. അപ്പോൾ ഞാൻ അതാ രാവിലെ എണീറ്റു. രാവിലെ ഒരു 6:15 ആയപ്പോഴാണ് കേട്ടോ എണീറ്റത്. ഇന്ന് അശിക്ക് നേരത്തെ പോകണം. ഇന്നെന്നല്ല, എപ്പോഴും പോലെ തന്നെ രാവിലെയാണ് പോകാനുള്ളത്. അങ്ങനെ രാവിലെ എണീറ്റ് നേരെ കിച്ചണിലോട്ടാണ് പോകുന്നത്. കിച്ചണിലോട്ടല്ല, ഫസ്റ്റ് പോയി ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷ് ആയിട്ടാണ് കിച്ചണിലോട്ട് പോകുന്നത് കേട്ടോ. എൻ്റെ മുടിയൊക്കെ ഒന്ന് മാറ്റി കെട്ടി എന്നിട്ട് ഇതാ നേരെ കിച്ചണിലോട്ട് പോയി. അമ്മ ഓൾറെഡി എണീറ്റാണ്. അമ്മയൊക്കെ എത്രയോ നേരത്തെ എണീക്കും. അമ്മ യോഗ, ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ യോഗ ചെയ്യായിരിക്കും, ഇപ്പം വരും കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ഞാൻ ചായക്ക് വെള്ളം വെച്ചു. അത് കഴിഞ്ഞ് ദോശയ്ക്കാണ് കേട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയായിരുന്നു. അപ്പോൾ ദോശയാകുമ്പോൾ നമുക്ക് എളുപ്പമാണ് കേട്ടോ, പെട്ടെന്ന് എടുത്ത് അത് ചുട്ട് അതിനൊരു ചട്നി ഉണ്ടാക്കണം. അത് അപ്പോഴേക്കും അമ്മ വരും കേട്ടോ. അമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു മാവൊക്കെ ഞാൻ ഫസ്റ്റ് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ തണുപ്പൊന്നും മാറിയാലല്ലേ നമുക്കൊരു രസം ഉണ്ടാവുക. അങ്ങനെ ഇതാ ദോശയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട്. എനിക്ക് ചിലപ്പോൾ ലക്ക് പോലെയാണ് കേട്ടോ ഇന്ന് വട്ടത്തിൽ കിട്ടുന്ന, അല്ലെങ്കിൽ ഓവൽ ഷേപ്പ് നീളത്തിലൊക്കെ ആയിപ്പോവും. ഇപ്പം എന്തോ ഭാഗ്യം, വീഡിയോ എടുക്കുന്നതുകൊണ്ടാണോ എന്തോ നല്ല രീതിക്ക് തന്നെ ആയി വന്നിട്ടുണ്ട്. പിന്നെ അതിന് മേലെ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തു. ഇവിടെ എല്ലാവർക്കും എനിക്കും നെയ്യാക്കിയിട്ടാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ അശിക്ക് ദോശയൊക്കെ ചുട്ട് വെച്ച് അപ്പോഴേക്കും ഇതേ അശി റെഡിയായി വന്നിട്ടുണ്ട്. അശി റെഡിയാകുന്ന സമയം ഞാൻ പെട്ടെന്ന് ദോശയും ചായയൊക്കെ എടുത്ത് ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അശി ചായയൊക്കെ കുടിച്ച് എനിക്ക് ടാറ്റയൊക്കെ പറഞ്ഞിതാ പോവാണ്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വേറെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അശി പോയ ഉടനെ തന്നെ ഞാൻ ദോശ എടുത്ത് കഴിച്ചു. ഞാൻ എനിക്കും കൂടെ 2 ചുട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്നറിയില്ല, സാധാരണ ഞാൻ എങ്ങനെയെങ്കിലും കുളിച്ച് കഴിഞ്ഞിട്ട് കഴിക്കാനാണ് നോക്കാറ്. ബട്ട് ഇന്നെന്തോ ഭയങ്കര വിശപ്പായിരുന്നു. അപ്പം ഞാൻ ഒരു രക്ഷയില്ലാണ്ട് കുളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് ഓർത്തിട്ട് പെട്ടെന്ന് ചായ കുടിച്ച് കുറച്ച് കിടന്നതിന് ശേഷം ഞാൻ എന്താ കുളിച്ചിട്ടൊക്കെ വന്നു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് സ്വല്പം സ്കിൻ കെയർ ആവാം അല്ലേ? ഇതെപ്പോഴും ഉള്ളതാണല്ലോ. കുളി പതികവും രാവിലെ തന്നെ ഞാൻ കുളിക്കും കേട്ടോ. വൈകാൻ നിൽക്കാറില്ല. വല്ലപ്പോഴും എൻ്റെ മടി കാരണം കോഴി, നാട്ടിലുള്ള പോലെ നാട്ടിൽ കോഴി പശു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും ഉള്ളതായിരുന്നു കോഴി. ഒന്നെങ്കിൽ കോഴി, പശു അല്ലെ കാക്ക. ഇവിടെ കോഴി സാറാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ മുടി ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ മുടി അത് അലപ്പാക്കും. അപ്പോൾ ഞാനിപ്പം കുറേ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കും. അത് നോർമൈൻഡ് ആക്കി വിടുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്യൂർ സ്കിന്നിൻ്റെ പ്രോഡക്റ്റ്സ് ആണ്. ഇതിപ്പോൾ കുറേ ആയിട്ട് ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയായിരിക്കും, ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, കാണിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നേരെ സ്കിൻ കെയറിലോട്ട് കിടക്കാം. ഞാനിതിലേക്ക് എത്തിപ്പെടുന്നത് എൻ്റെ കല്യാണത്തിൻ്റെയൊക്കെ ഒരു സമയത്താണ്. ഫസ്റ്റ് ഞാൻ ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിലെനിക്ക് കിട്ടിയിട്ടുള്ളത് 4 സാധനങ്ങളാണ്. ഒന്ന് ഫേസ് വാഷ്, ഒരു ജെൻറ്റിൽ ക്ലെൻസ് ഫേസ് വാഷാണ്. ഇത് ഞാൻ ഡെയിലി രാവിലെയും രാത്രി ഇത് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യാറ്. രാവിലെ നന്നായിട്ടൊരു പമ്പ് എടുത്തിട്ട് ഫേസിലും നെക്കിലും ഒക്കെ ഫുള്ളായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് നല്ലൊരു മസാജൊക്കെ കൊടുത്ത് ഫേസ് വാഷ് ചെയ്തിട്ട് വന്നിട്ട് സെക്കൻഡ് യൂസ് ചെയ്യുന്നത് ഈ ഒരു മിനറൽ സൺസ്ക്രീൻ ജെല്ലാണ്. ഇത് മോർണിംഗിൽ മാത്രമാണ്. അപ്പോൾ മോർണിംഗിൽ ഈ 2 കാര്യങ്ങളാണ് കേട്ടോ എനിക്ക് തന്നിട്ടുള്ളത്. ഈ ഒരു സൺസ്ക്രീൻ SPF 30 PA+++ ആണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു P സൈസിലേ എടുക്കാൻ പറയുന്നുള്ളൂ കേട്ടോ.
ഇച്ചിരി പീ സൈസിൽ എടുക്കാൻ പറയുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയാസിലൊക്കെ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതാണ് എൻ്റെ മോർണിംഗ് റൊട്ടീനിൽ വരുന്നത്. ഡൺ. അപ്പം മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇത് മാത്രം മതി എന്നാണ് അവരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഇനി ഞാൻ നൈറ്റ് സ്കിൻ കെയറിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് കാണിച്ചു തരാം. സെയിം ഫസ്റ്റ് നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്നു. അതിനുശേഷം ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് ഈ ഒരു ബരിയർ റീസ്ട്രക്ചർ ക്രീമാണ്. ഇത് ഡെയിലി യൂസ് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഡെയിലി നൈറ്റ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇതും ജസ്റ്റ് ഒരു പീ സൈസിലേ എടുക്കാൻ പറയുന്നുള്ളൂ. എന്നിട്ട് ഫുള്ളായിട്ട് ഫേസിലും നെക്കിലൊക്കെ ഫുള്ളായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഈ ഒരു ഗ്ലൈക്കോ ക്ലിയർ ക്രീം. ഇതാണെങ്കിൽ ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറയുന്നുള്ളൂ കേട്ടോ. അതായത് ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സാറ്റർഡേ ഈ ഒരു 3 ദിവസങ്ങളിലാണ് എനിക്ക് അസൈൻ ചെയ്ത് തന്നിട്ടുള്ളത്. ഇതാണെങ്കിൽ മറ്റേതൊക്കെ ഒരു പീ സൈസിലാണ് എടുക്കാൻ പറയുന്നത്. ഇതാണെങ്കിൽ ഒരു റൈസിൻ്റെ അളവിലേ എടുക്കാൻ പറയുന്നുള്ളൂ. അതിലും കുറച്ച് എടുക്കാൻ പറയുന്നുള്ളൂ കേട്ടോ. അതിലും കുറച്ച് എടുത്തിട്ട് നമ്മുടെ ഇത് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഓപ്പൺ പോഴ്സ്, സ്കെയേഴ്സ്, ഡാർക്ക് സ്പോട്ട്സ്, പിന്നെ പിമ്പിൾസിൻ്റെ ഇത് അങ്ങനത്തെ ഏരിയാസിലാണ് ഇത് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എനിക്കിത് ഈ ഒരു ഏരിയാസിലൊക്കെയാണ് നന്നായിട്ട് വന്നിട്ടുള്ളത്. അവിടെയൊക്കെ ഞാൻ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ക്യൂർ സ്കിൻ എന്ന് പറയുന്ന ഒരു ആപ്പാണ്. നമുക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഡിസ്ക്രിപ്ഷനിലും പിന്നെ ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ലിങ്ക് കൂടെ നിങ്ങൾ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഫസ്റ്റ്. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവർ ചോദിക്കും. നമ്മുടെ പേര്, ജെൻഡർ, ഏജ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽസ് ചോദിക്കും. അതൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് പറയാനുള്ളൊരു പേജിലോട്ടാണ് പോവുക. ഇതിൽ നമുക്ക് സ്കിന്നിൻ്റെ ഇഷ്യൂ മാത്രമല്ല, നമുക്ക് ഹെയറിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് നമുക്കൊരു സൊല്യൂഷൻ കിട്ടും. അത് എനിക്കെന്ന് വെച്ചാൽ എൻ്റെ കല്യാണത്തിൻ്റെ മുന്നേ ഒക്കെ ഭയങ്കരമായിട്ട് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. തുടങ്ങിയതല്ല, കുറച്ചായിട്ട് വന്ന് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ മാറ്റും, ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തിരുന്നു. പക്ഷേ അതിലൊന്നും വലിയ റിസൾട്ടൊന്നും കിട്ടിയില്ല. അങ്ങനെ ഞാൻ കുറേ തപ്പിയാണ് ഈ ഒരു ക്യൂർ സ്കിന്നിൽ എത്തിപ്പെടുന്നത്. അപ്പോൾ നമ്മളങ്ങനെ അത് കൊടുക്കുക. എന്താണോ പ്രശ്നം എന്നുള്ളത്, സ്കിന്നാണെങ്കിൽ അത്, ഹെയർ ആണെങ്കിൽ അത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒരു ചാറ്റ് ബേസ്ഡ് ഒരു പേജിലോട്ട് പോവും. അതിൽ നമ്മളെടുത്ത് ഒരുപാട് നമ്മൾ പറഞ്ഞത് ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കും. അതിലൊക്കെ നമ്മൾ കറക്റ്റ് തന്നെ ഉത്തരം പറയുക, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ കറക്റ്റ് അതിനൊക്കെ ആൻസർ ചെയ്തതിന് ശേഷം അപ്പം നമുക്ക് പിന്നെ നമ്മുടെ ഫോട്ടോ, നമ്മുടെ ഒരു ഫ്രണ്ട് ഫേസും സൈഡ് ഫേസും ഒക്കെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാൻ പറ്റും. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. 100% നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു സൈറ്റാണ്, പേജാണ്. തന്നെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സും ഡെർമറ്റോളജിസ്റ്റും ആണ് നമ്മുടെ അടുത്ത് സംസാരിക്കുകയും നമുക്ക് ഈ ഒരു കിറ്റ് പ്രൊവൈഡ് ചെയ്യുകയും അതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഡെർമറ്റോളജിസ്റ്റും ഡോക്ടേഴ്സും ഒക്കെയാണ്. അപ്പോൾ അതിലൊന്നും ആരും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെയാണ് എനിക്ക് ഈ ഒരു കിറ്റ് കിട്ടുന്നത്. പിന്നെയെന്ന് വെച്ചാൽ ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എനിക്ക് ഏറ്റവും അട്രാക്റ്റ് ചെയ്ത 2 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് ഫീ വേണ്ട. നമ്മളിപ്പോൾ പുറത്തൊരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനൊക്കെ കാണിക്കുകയാണെങ്കിൽ അവിടെ അവർക്ക് നല്ല ഫീയും വേണ്ടി വരും. പക്ഷേ ഇവിടെ നമുക്ക് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി ഫീൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളൊരു പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഈ ഒരു കിറ്റിനാണ്. ഈ ഒരു കിറ്റിനാണെങ്കിലും ഇതിലിപ്പോൾ എനിക്ക് 4 സാധനങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. ഈ 4 സാധനങ്ങൾക്ക് എനിക്ക് ആകെ വന്നിട്ടുള്ളത് 1499 ആണ്. നമ്മളിപ്പോൾ പുറത്തുനിന്ന് ഒരു സൺസ്ക്രീൻ, ഒരു ഡോക്ടർ എഴുതി തരുന്ന സൺസ്ക്രീൻ വാങ്ങണമെങ്കിൽ തന്നെ വേണ്ടി വരും 1000 റുപ്പീസ്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ടാണ് തോന്നിയിട്ടുള്ളതല്ല, അതേ ആണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് നല്ലൊരു ഡയറ്റ് ചാർട്ടും അവർ പറഞ്ഞു തരും. എല്ലാം കണ്ടും ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു ആപ്പിലേക്ക് ചെല്ലാവുന്നതാണ്. ധൈര്യമായിട്ട് പോവാം. ആപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് D100 എന്നുള്ള കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ടും കിട്ടും കേട്ടോ. ആരും മറക്കണ്ട. അപ്പം ഇന്നത്തെ ബാക്കി പരിപാടിയിലോട്ട് കടക്കാം. ഇത് മാത്രമായാൽ പോരല്ലോ, സ്കിൻ കെയർ മാത്രമായാൽ പോരല്ലോ. അപ്പം ബാക്കി പരിപാടിയിലോട്ട് കടക്കാം ഗൈസ്. കം ഓൺ. ഇവിടെ തന്നെ ചെറിയൊരു മഴക്കാറ് പോലെയൊക്കെ കാണുന്നുണ്ട് അല്ലേ. സാധാരണ ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും നല്ല വെയിലായിരിക്കും, നല്ല ചൂട് വെയിൽ. ഇന്നെന്തോ ഒരു മൂടൽ. കം ഓൺ ഗൈസ്. സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്കിപ്പോൾ എന്താ ചെയ്യാനുള്ളത്? നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ ഞാൻ സിന്ദൂരം തൊടുന്നത്? എനിക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സിന്ദൂരം തൊടാമെന്ന് വിചാരിച്ചു.
ഞാൻ സിന്ദൂരം തൊട്ട് കാണാൻ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യണേ. ചുമ്മാ എനിക്കൊന്നും അറിയാനാ എത്ര പേർക്ക് ഇഷ്ടമുണ്ടെന്ന്. ചിലർ കാണാൻ ഇങ്ങനെ തൊടുന്നത്, അല്ലെങ്കിൽ ഇങ്ങ് താഴേന്ന് ഇങ്ങനെ തൊടുന്നത്. എനിക്കിങ്ങനെ കുഞ്ഞിതായി തുടങ്ങാണ് കേട്ടോ ഇഷ്ടം. ഇടയ്ക്ക് അബദ്ധവശാൽ അത് വലുതായി പോവാറുമുണ്ട്. പിന്നെ ഞാനെൻ്റെ മാല ഇടാൻ വിചാരിച്ചു. ഇത് ആക്ച്വലി ഇതിൻ്റെ പേരെനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് താലീൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് കുറേ കമൻസിലൂടെ കുറേ പേര് പറഞ്ഞു തന്നു ഇതിൻ്റെ പേര് മുഖപ്പൂ എന്നാണ്, ഇത് തമിഴ്നാട് സ്റ്റൈലാണെന്നൊക്കെ പറഞ്ഞു തന്നു. ആക്ച്വലി എനിക്ക് അറിയില്ലായിരുന്നു. പറഞ്ഞു തന്നതിന് നന്ദി. ഇനി ആരെങ്കിലുമൊക്കെ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാമല്ലോ. മുഖപ്പൂ. ഓക്കെ, താലി ഇട്ടു. ഇനി എന്താ, ഇനിയൊന്നുമില്ല, കഴിഞ്ഞു. അപ്പം നമുക്ക് പോയാലോ? പോയി അടുത്ത പണി എന്താ നോക്കാം. കിച്ചണിൽ എന്തെങ്കിലും പണി ഉണ്ടാക്കാം. കമോൺ ഗൈസ്. നേരെ കിച്ചണിലോട്ട് പോയപ്പോഴാണെങ്കിൽ അമ്മ പറഞ്ഞു ആദ്യം പോയി പുട്ടും ചെറുപയറും കഴിച്ചിട്ട് വന്ന്. ഞാൻ രാവിലെ കുറച്ച് നേരത്തെ ദോശ കഴിച്ചതാണല്ലോ, അപ്പം എനിക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് അമ്മയ്ക്കറിയാം എനിക്ക് വിശക്കും എന്നുള്ള കാര്യം. പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കുറച്ച് ലേറ്റായി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫസ്റ്റ് പോയി പുട്ടും ചെറുപയറും കഴിച്ചു. എന്നിട്ട് നേരെ കിച്ചണിലോട്ട് പോയി. ഇന്നൊരു സ്പെഷ്യൽ ഡേ കൂടെ ആയിരുന്നു കേട്ടോ. ഇന്ന് അച്ഛമ്മയുടെ പിറന്നാളായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എന്താ ഉപ്പേരിക്കാണ് മുറിച്ചിടുന്നത്. ഉപ്പേരിക്ക് ക്യാരറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അമ്മ കുറച്ച് ക്യാരറ്റൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് മുറിച്ചിട്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, ഓ ക്യാരറ്റും എൻ്റെ ടീഷർട്ടും ഏതാണ്ട് സെയിം കളറാണല്ലോ, നല്ല രസമുണ്ടല്ലേ, എനിക്ക് ഈ ഓറഞ്ച് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാനിതാ ഈ ക്യാരറ്റ് കളയാൻ ഈ ഒരു സംഭവം ഉള്ളത് കൊണ്ട് ഇതിൻ്റെ തൊലി പെട്ടെന്ന് കളയാൻ പറ്റും കേട്ടോ. ഞാൻ എപ്പോഴും ക്യാരറ്റ്, കുക്കുമ്പർ അതൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി, അല്ല അതിൻ്റെ തൊലി കളയാൻ വേണ്ടി ഈ ഒരു സാധനം തന്നെയാണ് ഇപ്പോൾ യൂസ് ചെയ്യാറ്. പെട്ടെന്ന് കഴിയും. കത്തിയോണ്ടാണെങ്കിൽ അതിങ്ങനെ ചിരണ്ടി കുറച്ച് സമയം എടുക്കും എനിക്ക്. അങ്ങനെ അതിൻ്റെ ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഞാനതൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തു. ഇനി അത് കട്ട് ചെയ്തെടുക്കണം. ക്യാരറ്റ് കട്ട് ചെയ്യാന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ കട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് മുറിച്ചിടാനാണ് ഇഷ്ടം. അത് ഇങ്ങനെ കട്ടിയിലോ അല്ലെങ്കിൽ വലുതാക്കി മുറിച്ചിടുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ അങ്ങനെ കുഞ്ഞാക്കി, അപ്പോൾ കുറച്ച് സമയം എടുക്കുകയും ചെയ്യും. പക്ഷേ അങ്ങനെ ആക്കിയാലാണ് എനിക്കും പിന്നെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ ഇവിടെ ഇഷ്ടം. അപ്പം ഞാൻ ക്യാരറ്റൊക്കെ കുറേ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ കട്ടിംഗ് ബോർഡ് ഉള്ളത് കൊണ്ട് വലിയ സീനില്ല, കുറച്ചൊക്കെ സ്പീഡിൽ അങ്ങ് പോകും കേട്ടോ. ഞാൻ അവിടുന്ന് ക്യാരറ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് അമ്മ അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാമെന്നും പറഞ്ഞിട്ട് എനിക്കിങ്ങനെ പറഞ്ഞു തരികയാണ്. ഞാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്, ഇത്ര മതിയോ എന്ന്. എനിക്ക് പേടിയാണ്, പൊടി കൂടി പോവോ അല്ലെ കുറഞ്ഞു പോവോ എന്നൊക്കെയുള്ള പേടിയുള്ളതുകൊണ്ട് ഞാൻ എന്തിടുമ്പോഴും അമ്മേൻ്റെ അടുത്ത് ചോദിച്ചിട്ടേ ഇടുള്ളൂ കേട്ടോ. അങ്ങനെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് അതൊക്കെ ഇട്ട് കൊടുത്ത് സ്റ്റൗ കത്തിച്ചു. അപ്പോൾ എനിക്കിങ്ങനെ അമ്മ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ ചില ദിവസം എനിക്കിങ്ങനെ ഒരു തോന്നലാണ് എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പം ഞാൻ പോയി പറയും ഇന്ന് ഞാൻ ഉണ്ടാക്കാം. അങ്ങനെ അമ്മേൻ്റെ അടുത്ത് നിന്ന് അമ്മ എനിക്കെല്ലാം പറഞ്ഞു തരും. അങ്ങനെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ടൊക്കെ പഠിച്ചു വരുന്നു. പിന്നെ അതിനിടയ്ക്ക് ഞാൻ ചായ ഉണ്ടാക്കി. നമ്മൾ ഈ 11 മണി 11:30 ആ സമയത്തൊരു ചായയൊക്കെ കുടിക്കില്ലേ, അപ്പം അങ്ങനെ 2-3 ഗ്ലാസ് ചായ ഉണ്ടാക്കി. അത് അച്ഛനൊക്കെ കൊണ്ടുപോയി കൊടുത്തു. അപ്പോഴേക്കും നമ്മുടെ ഈ അവിയലിന് വെച്ചിട്ടുള്ള കഷ്ണങ്ങൾ ഇങ്ങനെ വെന്ത് ഏതാണ്ട് ഇങ്ങനെ വെന്ത് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വെച്ചു. പിന്നെ ഇവിടെ ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് ഫാമിലിയിൽ കുക്കിംഗ് ഒക്കെ നന്നായിട്ട് പരിചയമുള്ള, അതായത് എന്ത് പറഞ്ഞാലും ഉണ്ടാക്കാൻ അറിയാമെന്ന് അത്രയും ആത്മവിശ്വാസമുള്ള എത്ര പേരുണ്ട്. എനിക്ക് അങ്ങനെ നന്നായിട്ട് കുക്കിംഗ് അറിയാമെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. എനിക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, ബട്ട് എല്ലാം പക്ക അറിയാമെന്നൊന്നും ഞാൻ പറയില്ല. അത്യാവശ്യം വന്ന കയറി എടുക്കും, അത്രയേ ഉള്ളൂ. അടുക്കള പണിയിൽ നിങ്ങൾക്ക് എന്താ ഇഷ്ടം എന്ന് ചോദിച്ചാൽ എന്താ പറയുക, എനിക്കാണെങ്കിൽ കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ അതുപോലെ ഈ വെജിറ്റബിൾ കട്ടിംഗ് ഒക്കെ ഇഷ്ടമാണ് കേട്ടോ. നല്ല വൃത്തിയിൽ നല്ല ഭംഗിയിൽ കട്ട് ചെയ്ത് വെക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോഴേക്കും ഇതേ നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് തേങ്ങയിൽ എന്തൊക്കെയോ മിക്സ് ചെയ്ത് അരക്കില്ല, അതൊക്കെ അമ്മ ചെയ്തെന്നാണ് കേട്ടോ. ഞാൻ ഓൺലി ഇത് മിക്സ് ചെയ്യാനും ഇത് ഇളക്കി കൊടുക്കാനൊക്കെ ഞാൻ നിൽക്കുന്നുള്ളൂ. അമ്മ അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, നീ ഉണ്ടാക്കി
ഉണ്ടാക്കിയതാന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞല്ല, അത് ഞാൻ പറയില്ല, ഞാൻ അമ്മ ഉണ്ടാക്കിയാന്ന് എന്നെ പറയുള്ളൂ എന്ന്. അങ്ങനെ ഉപ്പുണ്ടോ നോക്കി, ഉപ്പ് കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുത്തു. അത് അവിടെ മാറ്റി വെച്ചു. അവിയൽ റെഡിയായി കേട്ടോ. അത് കഴിഞ്ഞ് ഞാനത് ഉപ്പേരി ഉണ്ടാക്കണം. ഉപ്പേരി ഉണ്ടാക്കാൻ ഞാൻ എക്സ്പേർട്ടായി കേട്ടോ. എനിക്ക് ഇഷ്ടമാണ് ഉപ്പേരി ഉണ്ടാക്കാൻ. അതിലെനിക്ക് പേടിയൊന്നുമില്ല, അത് കുറഞ്ഞു പോവോ കൂടി പോവോ. എക്സ്പേർട്ടായിന്ന് ഞാൻ പറയുന്നു, പക്ഷേ എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇതുവരെ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതാ ക്യാരറ്റിൻ്റെ ഉപ്പേരിയാണ്. ഉപ്പേരി പിന്നെ സിമ്പിളാണ്. ഇവിടുത്തെ എൻ്റെ മെയിൻ ഐറ്റം പറഞ്ഞ ഉപ്പേരിയാണ്. ആവുന്നുണ്ട്. അതിനിടയ്ക്ക് നമുക്ക് പച്ചടി ഉണ്ടാക്കാം. പച്ചടിക്ക് ഞാൻ ഉള്ളിയും തക്കാളിയും വെച്ചിട്ടുള്ള നമ്മളെ സിമ്പിൾ പച്ചടി ഇല്ലേ, അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഉള്ളി ഞാൻ കുനുകുനാന്ന് മുറിച്ചിട്ട് കുഞ്ഞാക്കി മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഉള്ളിക്കാണെങ്കിൽ ഭയങ്കര എരിച്ചിൽ, ഒരു ഓവർ എരിച്ചിലാണ് കേട്ടോ. അപ്പം നിങ്ങൾ പറയാം അത് ഇതുവരെ കിച്ചണിൽ കയറാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതുവരെ ഉള്ളി മുറിച്ചിടാത്തതുകൊണ്ടാണ്. അല്ല ഗൈസ്, സീരിയസ്ലി പറയുകയാണ്, ഇത് എൻ്റെ മാത്രം അഭിപ്രായമല്ല, എല്ലാവർക്കും സെയിം അഭിപ്രായമാണ്. അപ്പോൾ തക്കാളി ഞാൻ നല്ല മുട്ടക്കുട്ടനാക്കി തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. തക്കാളി ഇങ്ങനെ കുനുകുന മുറിച്ചിടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കുള്ള പണിയാണ് കേട്ടോ. അതിൽ നിന്ന് ഇങ്ങനെ അതിൻ്റെ നീരൊക്കെ ഇങ്ങനെ ഒലിച്ചിട്ട് അയ്യോ അത് ഭയങ്കര പണിയാണ്. എന്നാലും ഞാൻ എങ്ങനെയൊക്കെയോ നല്ല കുഞ്ഞാക്കി മുറിച്ചിട്ട് അതും അവിടെ സൈഡിൽ മാറ്റി വെച്ചു. അതിനിടയ്ക്ക് അമ്മ മറ്റേ നമ്മുടെ ഇതില്ലേ വറുത്തുപ്പേരിയില്ലേ അതുണ്ടാക്കി. ഇവിടെ നല്ല പച്ചക്കായ ഇരിപ്പുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ എന്തിനും പുറത്തുനിന്ന് വാങ്ങിക്കണം. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ വറക്കുന്നത് കാണുന്നത്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ അങ്ങനെ പൊതുവേ ഇങ്ങനെ വറുത്തകായോ അങ്ങനെ ഒന്നും കഴിക്കുന്ന ഒരാളല്ല. ബട്ട് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. എന്തുകൊണ്ടും പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിലും നല്ലത് ഇവിടെ ഉണ്ടാക്കുന്നത് തന്നെയാണ്. അങ്ങനെ അതുണ്ടാക്കി മാറ്റി വെച്ചു. കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു. അപ്പോൾ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ. പിന്നെ അമ്മ പച്ചടിയിലേക്ക് വേണ്ട അരപ്പൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പച്ചടി സെറ്റാക്കി വെക്കുകയാണ്. പച്ചടിയിലെ അരപ്പും ഒഴിച്ച് പിന്നെ കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്ത് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആക്കിയിട്ടുണ്ടായിരുന്നേ പച്ചടിയിൽ. അങ്ങനെ പച്ചടിയും ഉണ്ടാക്കി അവിടെ മാറ്റി വെച്ചു. അങ്ങനെ ഏതാണ്ട് നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പോയി കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ റൂമിലേക്ക് പോയി. ഫസ്റ്റ് എൻ്റെ തലയിലുള്ള കെട്ടൊന്ന് അഴിക്കാൻ വിചാരിച്ചു. ഞാൻ രാവിലെ കുളിച്ചിട്ട് കെട്ടി വെച്ചതാണല്ലോ. അപ്പോൾ മുടിയില്ല തോർത്തൊക്കെ ഒന്ന് അഴിച്ച് മാറ്റി ഇനി കുടുക്കൊക്കെ ഒന്ന് പോക്കണം. അങ്ങനെ മുടി രണ്ട് സൈഡിലേക്ക് പാർട്ടീഷനൊക്കെ ചെയ്തിട്ട് ഞാൻ കുടുക്ക് പോക്കുന്ന സമയത്ത് ചേച്ചീൻ്റെ മോൻ വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ അവൻ്റെ കൂടെ കുറച്ച് ഇങ്ങനെ കളിക്കുകയൊക്കെ ചെയ്ത് അവൻ പറയുന്ന പോലെയൊക്കെ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ മുടിയൊക്കെ കുടുക്ക് പോക്കി കിച്ചണിലോട്ട് ഒന്നുകൂടെ പോയി നോക്കിയപ്പോൾ അമ്മ അതേ പായസം ഉണ്ടാക്കുകയായിരുന്നു. അങ്ങനെ മുന്തിരി വറക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ മുന്തിരിയൊക്കെ വറുത്ത് പായസത്തിലേക്ക് ഇട്ട് സേമ്യത്തിൻ്റെ പായസമായിരുന്നേ. അങ്ങനെ പായസവും റെഡിയായി. നമ്മുടെ ചോറിൻ്റെ പരിപാടിയൊക്കെ റെഡിയായി. ചോറ് കഴിക്കാൻ പോവാണ്. കറി, ഉപ്പേരി, പച്ചടി, അവിയൽ, പിന്നെ വറുത്തുപ്പേരി, അങ്ങനെ അച്ചാറും ഉണ്ടായിരുന്നു. അച്ചാർ ഞാൻ എടുത്തില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി ചോറ് കഴിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിട്ട് ചോറ് കഴിക്കുമ്പോൾ ഒരു എന്താ പറയുക നല്ല ടേസ്റ്റാണ്. അങ്ങനെ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ അതെ കിച്ചണിൽ കുറച്ച് തുടയ്ക്കാനും പിടിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും അമ്മയും കൂടെ ഇങ്ങനെ അതൊക്കെ ചെയ്യണം. അമ്മ അവിടെ നിന്ന് പാത്രം കഴുകുന്നുണ്ടായിരുന്നു. ഞാനിതൊക്കെ തുടച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഓരോ കഥയൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ പണികളൊക്കെ എടുക്കുന്നത്. വർക്കൊക്കെ കഴിഞ്ഞ് കുറച്ച് ഡ്രസ്സൊക്കെ ആറിയിടാനുണ്ടായിരുന്നു. അങ്ങനെ നേരെ അതും എടുത്ത് ബാൽക്കണിയിലോട്ട് പോയി. അവിടെ പോയി നിന്നാൽ നല്ല രസമാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ ചൂടായതുകൊണ്ട് അത്ര വലിയ രസമൊന്നുമില്ല. ബട്ട് പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിറച്ചും പ്രാവുകൾ ഉണ്ടാവും പുറത്ത്. ഫ്രണ്ടിലിപ്പോൾ ഞാൻ കാണിച്ചില്ലേ, അവിടെ ഉള്ളവർ ഭക്ഷണം ഇട്ട് കൊടുക്കും, അരിയോ അവരുടെ ഫുഡ് ഇട്ട് കൊടുക്കും. അപ്പോൾ അവിടെ ഫുൾ ടൈം നിറച്ചും പ്രാവുകളായിരിക്കും. ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ സൗണ്ട് കേൾക്കുമ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് പറക്കില്ലേ, അത് കാണാൻ നല്ല
രസമാണ്. ഞാൻ കുറേ വീഡിയോയ്ക്ക് വേണ്ടി വീഡിയോ എടുക്കുമ്പോൾ പറക്കില്ല, വീഡിയോ എടുക്കാത്തപ്പോൾ പറക്കും, അതുകൊണ്ട് അത് കിട്ടിയില്ല. അങ്ങനെ തുണികളൊക്കെ വിരിച്ചിട്ട് ആ പണിയും കഴിഞ്ഞു. ഇനി പോയി നന്നായിട്ടൊന്ന് കിടക്കണം. ബാക്കി എന്തെങ്കിലും വീഡിയോ എഡിറ്റിങ് അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ ഫോണിൽ എന്തെങ്കിലും കണ്ടിരിക്കുക, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് മയങ്ങുക. അതൊക്കെയാണ് ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഫോണിൽ ഓരോന്ന് നോക്കുമായിരുന്നു, എന്തെങ്കിലും പണിയുണ്ട്, ഇഷ്ടംപോലെ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. എനിക്ക് മടിയാണല്ലോ. അങ്ങനെ ഞാൻ കുറച്ച് സമയം അവിടെ കിടന്നു. അത് കഴിഞ്ഞിട്ട് അതാ വൈകുന്നേരം വീണ്ടും എണീറ്റപ്പോഴേക്കും എനിക്ക് വിശക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ശരിയാണല്ലോ, ഞാൻ പായസം കുടിച്ചിട്ടില്ല. ചോറ് കഴിച്ചു കഴിഞ്ഞ സമയത്ത് അപ്പോൾ വയറ് ഭയങ്കരമായിട്ട് ഫുള്ളായി. അപ്പോൾ എനിക്ക് കുടിക്കാൻ പറ്റില്ല. കുറച്ച് കഴിഞ്ഞ് കുടിക്കാൻ വിചാരിച്ച് പിന്നെ എൻ്റെ അടുത്ത് മറന്നു പോവുകയും ചെയ്തു. അങ്ങനെ ഞാൻ അതാ നേരെ പോയി ഒരു കപ്പിൽ പായസം എടുത്തു, ഒരു സ്പൂണും കൂടെ ഇട്ട് കൊടുത്തു. അങ്ങനെ റൂമിൽ പോയിട്ട് പായസം കുടിക്കാൻ നിൽക്കുമ്പോഴാണ് ഒരാളുടെ സൗണ്ട് കേൾക്കുന്നത്. ദേ വരുന്നു നമ്മുടെ അല്ല, എൻ്റെ സൂപ്പർ ഹീറോ, എൻ്റെ ഭർത്താവ് ഉദ്യോഗസ്ഥൻ വന്നു. അങ്ങനെ ഞാൻ കുറച്ച് പായസം കൊടുത്തു. വേണ്ടാന്ന് പറഞ്ഞു പോയിരുന്നു, കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു കുടിപ്പിച്ചു. അങ്ങനെ ഇനി ചങ്ങായിക്ക് ഫുഡൊക്കെ എടുത്ത് കൊടുക്കണം, ചോറ് കൊടുക്കണം. ഇന്ന് ഞങ്ങൾ കുറച്ചധികം സന്തോഷത്തിലാണ് കേട്ടോ. അതിൻ്റെ ഒരു സന്തോഷ പ്രകടനങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. ആക്ച്വലി ഞാൻ ക്യാമറ വെച്ചത് അശ്വി കണ്ടിട്ടില്ലായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഞാൻ വീഡിയോ കാണിച്ചു കൊടുക്കുമ്പോഴായിരുന്നു അശ്വി കണ്ടത്. അത് കാണാത്തത് കൊണ്ടാണ് ഇത്രയും എന്താ പറയുക, ശരിക്കും ഉള്ളിൽ നിന്ന് വന്ന സംഭവങ്ങളാണ് നിങ്ങൾ കണ്ടത് കേട്ടോ. അങ്ങനെ ഞാൻ അശ്വിക്ക് ചോറൊക്കെ എടുത്തു കൊടുത്തു. അതിനിടയ്ക്ക് കണ്ണട എടുത്ത് എൻ്റെ തലയിൽ വെച്ച് എൻ്റെ മുടി ആകെ കുടുങ്ങി നാശമായി. അപ്പോഴേക്കും ഞങ്ങൾക്ക് ചായ കുടിക്കാനുള്ള സമയമായി ഉണ്ടായിരുന്നു. അങ്ങനെ ചായയും ചോറെല്ലാം ഒരുമിച്ച് അങ്ങോട്ട് തീർത്തു. പിന്നെ എനിക്കാണെങ്കിൽ പുണ്ണ് വന്നിട്ടുണ്ട് ചുണ്ടിൽ. ഞാൻ കുറച്ചായിട്ട് അച്ചാറൊക്കെ നന്നായിട്ട് കൂട്ടുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഫലമായി എനിക്ക് പുണ്ണ് വന്നു. കുറേ ആയിട്ട് അതൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു. അച്ഛനെയും അമ്മേനെയും ചേച്ചീനെയും കൃഷിനെയും എല്ലാവരെയും കണ്ടു, കുറേ സംസാരിച്ചു. അശ്വിയാണെങ്കിൽ ഇവിടെ നിന്നോ വർക്കിലാണ്. അതിനിടയ്ക്ക് ഞാൻ അശ്വിനെയും കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇന്ന് നമ്മൾ രാത്രിയിലത്തേക്ക് ഫുഡ് പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. ഞാനിന്നൊരു സ്പെഷ്യലായിട്ടാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ടൈമാണ്. ഇതിൻ്റെ പേര് പ്രോൺസ് കോക്കനട്ട് റൈസ് അങ്ങനെ എന്തോ ആയിരുന്നു. വലിയ പ്രോൺസൊക്കെയാണ്. പിന്നെ അശ്വി പത്തിരിയും ബീഫും, പിന്നെ പൊറോട്ട, ചിക്കൻ, ക്രാബ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഓരോന്നോരോന്ന് വാങ്ങിച്ചു. അപ്പോൾ നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് എല്ലാം ടേസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ വാങ്ങിച്ചത് എനിക്ക് പേടിയായിരുന്നു, ടേസ്റ്റ് ഉണ്ടാവുമോ, വെറുതെ ആവുമോ, കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വെറുതെ ആയില്ല. വലിയ പ്രോൺസൊക്കെ ആയിരുന്നു. എനിക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റിയില്ല സത്യം പറഞ്ഞാൽ. ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷേ ഞാൻ എൻ്റെ മാക്സിമം ഞാൻ ഫുള്ള് കഴിച്ചു. കുറച്ച് പ്രോൺസ് മാത്രമേ ബാക്കിയായിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഞാൻ റൂമിലേക്ക് വന്ന് കുറച്ച് അശ്വിൻ്റെ അടുത്ത് ഇങ്ങനെ അലമ്പ് കളിച്ചു. അശ്വിൻ്റെ റിങ് എടുത്ത് എൻ്റെ വിരലിലിട്ട് നോക്കിയപ്പോഴാണെങ്കിൽ കാണുന്നുണ്ടല്ലോ ഞാൻ ചില വീഡിയോസൊക്കെ ഇങ്ങനെ കാണാറുണ്ട്, രണ്ടുപേരുടെയും തമ്മിൽ ടീഷർട്ടിൻ്റെ വ്യത്യാസം, അല്ലെങ്കിൽ റിങ്ങിൻ്റെ, ഷൂസിൻ്റെ, അങ്ങനെയൊക്കെ. ഞാൻ എപ്പോഴും പറയും നമുക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ റിങ് എടുത്ത് ഇങ്ങനെ ഇട്ട് നോക്കുമായിരുന്നു. എൻ്റെ ഈ രണ്ട് ചെറുവിരൽ കൂടെ വേണമെങ്കിൽ പോവും, അത്രയും വ്യത്യാസമുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കൈ വെച്ച് നോക്കിയപ്പോഴാണെങ്കിൽ എന്ത് ചെറുതാണെന്നറിയോ, എൻ്റെ കൈ തീരെ ചെറുതാണ്. പിന്നെ അശ്വിക്കാണെങ്കിൽ അശ്വിൻ്റെ ഒരു കയ്യിൽ പിടിക്കാനുള്ളതേ ഉള്ളൂ എൻ്റെ മുഖം, അത്രയും കുഞ്ഞാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ സമയം അശ്വിൻ്റെ അടുത്ത് ഓരോന്നും പറഞ്ഞ് ചിരിച്ച് കളിച്ചിരുന്നു. അപ്പോഴേക്കും കിടക്കാൻ സമയമായി കേട്ടോ. അങ്ങനെ ഞാൻ പോയി ബ്രഷൊക്കെ ചെയ്ത് ഫേസൊക്കെ വാഷ് ചെയ്ത് ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ഗുഡ് നൈറ്റ്.